വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. ഇന്ന് ഞാനിവിടെ ഒരു ചേന മെഴുക്കുവരട്ടി എളുപ്പം എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു ചേന എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നീളത്തിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യത്തില്ലേ, അതിനൊക്കെ ഇച്ചിരിയുടെ വലുതായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിക്കുന്ന പോലെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ മെഴുക്കുവരട്ടി. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ മെഴുക്കുവരട്ടി ആക്കിയെടുക്കാമെന്ന്. ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് ഈ ചേന അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ ചേന ഇട്ട് കൊടുക്കാം. സാധാരണ ചേന അരിയുമ്പോൾ നമ്മുടെ കൈ ചൊറിയാനുള്ള ചാൻസ് ഉണ്ട്, അതായത് നന്നായി ഇച്ചിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ കയ്യിൽ എണ്ണ പുരട്ടിയാൽ മതിയായിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ കൈവച്ചല്ല ഇതിനകത്തേക്ക് മസാലകളും പുരട്ടി കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി നമുക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മസാല ഈ ഇട്ട് കൊടുത്ത മസാല എല്ലാ ഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. കൈ വെച്ച് ഇങ്ങനെ ഇളക്കുമ്പം ഒരുപക്ഷെ നമ്മുടെ കൈക്ക് നന്നായിട്ട് ഇച്ചിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ സ്പൂൺ വെച്ച് പതുക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഞാൻ ഇതുവരെ സ്റ്റൗ ഓൺ ചെയ്തിരുന്നില്ല, കാരണം നല്ല ചൂടായ പാത്രത്തിലേക്ക് ഇതിട്ട് ചെയ്യുമ്പോഴത്തന്നെ മസാലകളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ മസാല പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ പാത്രം, അതായത് അടുപ്പ് ഓൺ ചെയ്തിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മസാല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് നിന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 മിനിറ്റ് നേരത്തേക്ക് മതിയായിരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ഈ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചേന നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമ്മുടെ ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടല്ലേ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ച ചേന അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് മുരിച്ചെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചേന ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 പുറവും തിരിച്ചു മറിച്ചു ഇട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അവർ വെറുതെ ചോറിൻ്റെ കൂടെ അല്ലാതെ തന്നെ വേണമെങ്കിൽ അവരിത് പറക്കി കഴിക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്കിത് 2 പുറവും നല്ലതുപോലെ മൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഒരു പുറം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കത് അടുത്ത പുറം കൂടെ അതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ തന്നെ മതിയായിരിക്കും. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില എടുക്കാം. നന്നായിട്ട് കറിവേപ്പില ഇടുന്ന നല്ലതായിരിക്കും. ഞാനിപ്പം ഒരു പിടി കറിവേപ്പില ഇതിനകത്ത് ഇടുന്നുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഞെരടിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഈ കറിവേപ്പില ഈ എണ്ണയ്ക്കകത്ത് ഇരുന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഫ്ലേവർ ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ മെഴുക്കുവരട്ടിയിലേക്ക് കൂടെ കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ മെഴുക്കുവരട്ടി കഴിക്കാൻ വേണ്ടി തന്നെ. ഇത് തനിയെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഇത് ഈ പുറവും നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം. അപ്പം ഈ കറിവേപ്പില അതിനകത്ത് തന്നെ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടിക്കോളും. ഇപ്പം നമ്മുടെ ചേന മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. 2 പുറവും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ആ കറിവേപ്പിലൊക്കെ മുരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ മെഴുക്കുവരട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 7 ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. ഈ മെഴുക്കുവരട്ടി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഏകദേശം ഒരു 7 തൊട്ട് 8 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആദ്യം തന്നെ നമ്മൾ ഈ ചേന വേവിച്ചെടുക്കുന്ന കാരണം മൂത്തെടുക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. വെന്തതിന് ശേഷം നമ്മൾ മൂപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരു 2-3 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ തന്നെ 2 പുറവും നല്ലതുപോലെ തന്നെ നമുക്കിത് മുരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൂട്ടാനാണിത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക, അഭിപ്രായം എന്നെ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.